ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ആരും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലായിട്ട് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ ബോട്ടിൽ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് കട്ടിയുള്ള ബോട്ടിൽ നോക്കി എടുത്താൽ മതി. പിന്നെ അടുത്തായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് എഗ്ഷെൽസ് ആണ്. അപ്പം നമ്മൾ ഈ എഗ്ഷെൽസ് വെച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലായിട്ടാണ് ചെയ്യാൻ പോണത്. ആദ്യം തന്നെ നമ്മൾ ഈ എഗ്ഷെൽസ് ഇങ്ങനെ കുറച്ച് വലിയ പീസായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ എഗ്ഷെൽസ് ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ക്യാൻഡിൽ ഇങ്ങനെ ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എഗ്ഷെൽ എടുത്തിട്ട് നമ്മൾ ഈ ക്യാൻഡിൽ അവിടെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ബേൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബേൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം ഇങ്ങനെ വെക്കുന്ന സമയത്ത് അവിടെ ഒന്നിങ്ങനെ കരിഞ്ഞിട്ട് വരും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ എഗ്ഷെല്ലിൻ്റെ ഒരു സൈഡ് മുഴുവനായിട്ട് നമ്മളൊന്നിങ്ങനെ ബേൺ ചെയ്ത് റെഡിയാക്കി എടുക്കുക. നമ്മളിത് ബേൺ ചെയ്യുന്ന സമയത്ത് കൈയൊന്നും പൊള്ളാതെ നോക്കണം. കാരണം നമ്മളിങ്ങനെ ആ ഒരു ക്യാൻറ്റീനിൽ അവിടെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ ചൂടടിക്കുക. അപ്പോൾ നമ്മളെ കയ്യിലേക്ക് അപ്പോൾ അത് നമ്മളൊന്നിങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ കയ്യിൽ ഇങ്ങനെ അത് പിടിക്കാൻ പറ്റുന്ന ഈ പ്ലക്കർ പോലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എഗ്ഷെൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ ബേൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൈയൊന്നും പൊള്ളൂല. അപ്പോൾ അതിപ്പോൾ എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൈ കൊണ്ട് തന്നെ വെച്ചിട്ടൊന്നിങ്ങനെ റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് ഈ എഗ്ഷെല്ലിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ബേൺ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡ് ഇങ്ങനെ മാത്രം ഒന്ന് ആദ്യം ബേൺ ചെയ്തെടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ചൂടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പിടിച്ചിട്ട് ആ ഒരു ബാക്കി ഭാഗം ബേൺ ചെയ്യാൻ കുറച്ചൊരു പാടാണ്, നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ആദ്യം ഈ എഗ്ഷെല്ലിൻ്റെ ഒരു സൈഡ് മാത്രം ഒന്നിങ്ങനെ ബേൺ ചെയ്തിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ ചൂട് പോകുമല്ലോ. എന്നിട്ട് നമ്മൾ ആ ഒരു ബേൺ ചെയ്ത ഭാഗം ചൂടാറി കഴിഞ്ഞതിന് ശേഷം അവിടെ പിടിച്ചിട്ട് നമ്മൾ ബാക്കി ഭാഗം കൂടെ ഒന്നിങ്ങനെ ബേൺ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളെ കയ്യിൽ ഇങ്ങനെ ഈ ഒരു പ്ലക്കർ പോലുള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഈ എഗ്ഷെല്ലിൻ്റെ എല്ലാ ഭാഗത്തും നമുക്കൊന്നിങ്ങനെ ബേൺ ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിങ്ങനെ കത്തിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. ഈ എഗ്ഷെല്ല് ഇങ്ങനെ കത്തുന്ന സമയത്ത് ഒരു ചീത്ത സ്മെല്ലുണ്ടാവും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞെന്നുള്ളൂ. കാരണം ഒരുമാതിരി ഒരു മണമാണ് കേട്ടോ ആ ഒരു ടൈമിൽ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ എഗ്ഷെല്ല് ഫുള്ളായിട്ടൊന്നിങ്ങനെ ഒന്ന് ബേൺ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ ഒരു പുകയൊക്കെ വന്നിട്ട് ഒരു പ്രത്യേക ഒരു ഭംഗി വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു എഗ്ഷെല്ലിനൊക്കെ നല്ലൊരു വൈറ്റ് അല്ലേ ഇന്നിപ്പോൾ ചെറുതായിട്ടൊരു വിൻറ്റേജ് സ്റ്റൈലുള്ളൊരു ഇതായിട്ടുണ്ട് എഗ്ഷെല്ലൊക്കെ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ബോട്ടിലേക്കൊന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫെവിക്കോൾ ആദ്യം ആ ഒരു ബോട്ടിലേക്കൊന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഈ ഒരു എഗ്ഷെല്ലൊക്കെ ഒട്ടിക്കുന്ന പോലെ തന്നെ നമ്മൾ എഗ്ഷെല്ലിൻ്റെ ആ ഒരു കുറച്ചൊരു വലിയൊരു പീസ് എടുത്തിട്ട് നമ്മൾ അതിലേക്കൊന്നിങ്ങനെ ആ ബോട്ടിലേക്ക് വെച്ചിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ അതിങ്ങനെ അപ്പോൾ ഒരു ഗ്യാപ്പില്ലാത്ത രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നിൽക്കുകയാണല്ലോ ചെയ്യാം. അപ്പോൾ അത് നമ്മളിങ്ങനെ ഒരു കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പിന്നൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക ഓരോ പൊട്ടിയിട്ടുള്ള പീസും തമ്മിൽ. അപ്പോഴായിരിക്കും നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു എഗ്ഷെല്ല് ഒട്ടിക്കുന്ന സമയത്തും ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇത് നമ്മളിങ്ങനെ കഴിയുന്നതും ഇങ്ങനെ പൊട്ടിക്കാതെ ആ ഒരു നമ്മൾ ആ ഒരു എഗ്ഷെല്ലിനൊരു റൗണ്ട് ഷേപ്പ് പോലെ ഉണ്ടാവുമല്ലോ, ഏകദേശം ഇങ്ങനെ ആ ഒരു കത്തിച്ചിട്ടുള്ള ആ ഒരു ഡിസൈന് ഫുള്ളായിട്ട് ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നല്ലൊരു ഭംഗി ഉണ്ടാവുക. അല്ലാതെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുമ്പോൾ അത്രക്കൊരു ഭംഗി ഉണ്ടാവില്ല. നമ്മളിങ്ങനെ മുഴുവനായിട്ട് ഒട്ടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ ആ ഒട്ടിച്ചിട്ടുള്ള അതിൻ്റെ ഒരു ചുറ്റുഭാഗമായിട്ട് ഇങ്ങനെ ഒരു ബേൺ ചെയ്ത ഡിസൈനൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ടാവും. എന്നിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് അടുത്തൊരു എഗ്ഷെല്ല്, അപ്പോൾ അങ്ങനെ അധികം ഗ്യാപ്പ് ഇല്ലാതെ നമ്മൾ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടിലിന് പകരം ആദ്യം ഈ ഒരു ബോട്ടിലേക്ക് ഒരു വൈറ്റ് കളർ ഇങ്ങനെ ഒന്ന് ബേസ് കോട്ട് അടിച്ചു കൊടുത്താൽ കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു എഗ്ഷെല്ലിൽ ഇങ്ങനെ കുറച്ചുകൂടി നല്ലൊരു അട്രാക്ഷനൊക്കെ കിട്ടും. അപ്പോൾ ഞാനെന്താ അങ്ങനെ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇങ്ങനെ നോ പെയിൻ്റ് ആയിട്ടുള്ള ബോട്ടിലായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പെയിൻ്റ് ഒന്നും കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബോട്ടിൽ ബേസ് കോട്ട് അടിക്കാതെ ഇങ്ങനെ എഗ്ഷെല്ലിൽ ഒട്ടിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ആ ഒരു എഗ്ഷെല്ല് ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പാച്ചസ് ആയിട്ട് ഇങ്ങനെ ഒരു ബേൺ ചെയ്ത ഒരു ഡിസൈനൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മളെ ബോട്ടിൽ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഞാൻ അതിന് കുറച്ചും കൂടി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു നെക്കിൻ്റെ സൈഡിലൊന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ എഗ്ഷെല്ല് ഒട്ടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ത്രെഡൊക്കെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
ഞാനിവിടെ നെക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ റോൾ ചെയ്യാൻ എടുക്കുന്നത്, ഇത് ഞാൻ കുറേ മുമ്പ് ഇങ്ങനെ വേറൊരു വർക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു കേട്ടോ. ഇത് പാം ലീഫാണ്. എന്നിട്ട് അത് ഞാനിങ്ങനെ തിന്നായിട്ട് ഇങ്ങനെ സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ പിന്നുന്ന പോലെ ഒന്നിങ്ങനെ പിന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേറൊരു ക്രാഫ്റ്റിന് വേണ്ടി ചെയ്ത് നോക്കിയിട്ട് അത് അത്ര സക്സസ് ആവാതിരുന്നപ്പോൾ അതിങ്ങനെ ബാക്കി വന്നിട്ടുള്ളതാണ്. പക്ഷെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ ആ ഒരു മെടഞ്ഞിട്ടുള്ള ടൈപ്പല്ല, അപ്പോൾ അത് ഞാനിങ്ങനെ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ഫുള്ളായിട്ടൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ അതിപ്പോൾ ആ ഒരു ബോട്ടിലിൻ്റെ മുഴുവൻ ഭാഗത്തേക്ക് ഇങ്ങനെ തികഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഒരു മേലെ ഭാഗത്തേക്ക് ഞാനിങ്ങനെ ജൂട്ട് ത്രെഡാണ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനതിപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചൊന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ആ ഒരു ജൂട്ടിൻ്റെ ത്രെഡ് തന്നെ ഒന്നിങ്ങനെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു പാം ലീഫ് ആകുമ്പോൾ നല്ലൊരു മാച്ച് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ബേൺ ചെയ്യുമ്പോൾ നല്ലൊരു ലൈറ്റ് കളർ വരുന്നില്ല, അപ്പോൾ അതിന് നന്നായിട്ട് ഇങ്ങനെ മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു നെക്കിൻ്റെ സൈഡിലൊക്കെ റോൾ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വണ്ടിയിലും പിന്നെ അതുപോലെ വീട്ടിലൊക്കെ നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പെർഫ്യൂമൊക്കെ ചെയ്യുന്ന ആ ഒരു ഡെക്കറേഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ. ഇതിങ്ങനെ കുറേ ഡ്രൈ ആയിട്ടുള്ള ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഇങ്ങനെ ഒരു പാക്കറ്റിൽ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ അതിൽ 1-2 ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മാച്ചായിട്ടുള്ള ഒരു കളർ നോക്കിയിട്ട്, കാരണം ഇതിലേക്ക് ആ ഒരു ഓഫ് വൈറ്റും പിന്നെ ആ ഒരു ബ്രൗൺ കളറൊക്കെ നല്ല മാച്ച് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ 2-3 അങ്ങനെ എടുത്തിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞ് ഫ്ലവർ എന്തിൻ്റെ ഫ്ലവറാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ലൊരു ഭംഗിയുണ്ട്. ഇത് പുറത്തതൊക്കെ ഒരു ടൈപ്പ് ഫ്ലവറൊക്കെ ആയിരിക്കും, നമ്മളിവിടെ കാണുന്ന ടൈപ്പൊന്നും അല്ല. ഇനിയിപ്പം ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളതാണ്, നല്ലൊരു ഭംഗിയുണ്ട് അതിൻ്റെ കളേഴ്സ് ആണെങ്കിലും ഡിസൈനൊക്കെ ആയിട്ട്. പിന്നെ ഇതിലൊരു 1-2 ഇങ്ങനെ ഫ്ലവേഴ്സും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സോളാവുഡിൻ്റെ ഫ്ലവറാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഞാൻ സത്യം പറഞ്ഞാൽ സോളാവുഡ് ഇതുവരെ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഫ്ലവേഴ്സ് ഇങ്ങനെ കടയിലൊക്കെ കാണുമ്പോൾ ചോദിച്ചാൽ അത് സോളാവുഡിൻ്റെ ആണെന്നാണ് പറയാറ്. ഒരു ഇങ്ങനെ സ്പോഞ്ച് ടൈപ്പ്, നമ്മൾ ഈ സ്പോഞ്ച് ഷീറ്റ് ഉണ്ടാവില്ല അതുപോലുള്ള ടൈപ്പ് ഒരു ഫ്ലവറാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ആ നെക്കിൻ്റെ സൈഡിലൊന്നും ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ആ ഒരു 2-3 ഫ്ലവേഴ്സ് ഇങ്ങനെ പല സ്ഥലത്തായിട്ട് വെച്ച് നോക്കി എവിടെയാണ് ഭംഗി എന്നൊക്കെ നോക്കിയിട്ട്, അപ്പോൾ അങ്ങനെ ഞാൻ ആ നെക്കിൻ്റെ സൈഡിലേക്ക് ആ ഒരു വൈറ്റ് ഫ്ലവർ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഒരു ജൂട്ട് ത്രെഡിൻ്റെ പീസ് എടുത്തിട്ട് ഞാൻ നെക്കിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒരു ബോ പോലെ ഒന്നിങ്ങനെ കെട്ടി കൊടുത്തിട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു 2 കയറുണ്ടാവില്ല താഴേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത്, അപ്പോൾ അവിടെ ഞാൻ ആ ഒരു നമ്മൾ എടുത്ത് വെച്ചുള്ള ഒരു കുഞ്ഞ് ഫ്ലവർ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും ഇങ്ങനെ 2 സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇങ്ങനെ ബീഡ്സ് ഒക്കെ ഒട്ടിച്ച് കൊടുക്കല്ലോ, അപ്പോൾ അതുപോലെ ഞാൻ ആ ഒരു 2 കുഞ്ഞ് ഫ്ലവറാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്, അതിലേക്ക് നല്ലൊരു മാച്ച് ആകുന്നുണ്ട് ആ ഒരു കളേഴ്സൊക്കെ. ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് ഒന്നും ചെയ്യാനൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ബേൺ ചെയ്ത് വെച്ചിട്ടുള്ള എക്ഷൽസ് തന്നെ വെച്ചിട്ടൊന്നും ഇങ്ങനെ വേണമെങ്കിൽ കുഞ്ഞ് ഫ്ലവർ പോലെയൊക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തെങ്ങിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ, മച്ചിങ്ങയുടെ ഒക്കെ ക്യാപ്പ്, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അതൊക്കെ നല്ലൊരു ഭംഗിയുള്ള ഒരു നാച്ചുറൽ ഫ്ലവർ പോലെ ഇരിക്കുമല്ലോ. അങ്ങനെ നമുക്ക് നമ്മളെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മെറ്റീരിയൽസ് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രൗണും ഈ ഒരു ക്രീം കളറും എടുത്തത് അതിലേക്ക് നന്നായിട്ട് മാച്ച് ആകുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തതേ ഉള്ളൂ. പിന്നെ അതുപോലെ ഞാനിങ്ങനെ കുറച്ച് ഫെവിക്കോൾ ഞാൻ ഈ ഒരു എക്ഷലിൽ ഈ ഒരു ബോട്ടിൽ മുഴുവനായിട്ടൊന്നിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫെവിക്കോളും വെള്ളം കൂടെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട്, അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ ആ ഒരു എക്ഷലൊക്കെ നന്നായിട്ട് അവിടെ സ്റ്റിക്ക് ആവുകയും ചെയ്യും. ഇനി അതൊരിക്കലും ഇങ്ങനെ ഇളകി പോകുന്നില്ല. അപ്പോൾ ആ ഭാഗം ഞാനിങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതിനിപ്പോൾ വാർണിഷ് ഒന്നും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വുഡ് വാർണിഷാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു യെല്ലോയിഷ് കളറൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ പിക്ചർ വാർണിഷാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും ഇങ്ങനെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പിക്ചർ വാർണിഷ് ഉടനെ തന്നെ വാങ്ങട്ടോ. അപ്പോൾ ഞാൻ 1-2 സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ലോക്ക്ഡൗൺ സ്പെഷ്യൽ നോ പെയിൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ, നല്ലൊരു ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ആ ഒരു പ്രത്യേക ഒരു കളേഴ്സൊക്കെ വന്നിട്ട് പിന്നെ അതിൻ്റെ ഒരു ബേൺ ചെയ്ത ഒരു പാച്ചസ് ആയിട്ട് ഡിസൈനൊക്കെ വന്നിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിലാകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പെയിൻ്റ് ഒന്നും കയ്യിലില്ലാത്തവർക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എക്ഷലിൽ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ബേൺ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിലിപ്പോൾ ഗ്ലാസ് ബോട്ടിലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഉപയോഗിച്ചാലും ഒരു കുഴപ്പമൊന്നുമില്ല. അതുപോലെ പ്ലെയിൻ ആയിട്ട് കുറച്ച് കട്ടിയായിട്ടുള്ള ടൈപ്പ് ബോട്ടിൽ നോക്കിയിട്ട് യൂസ് ചെയ്താലും മതി. അപ്പം നമ്മളുടെ ഇന്നത്തെ ആ ഒരു സിമ്പിളായിട്ടുള്ള നോ പെയിൻറ്റ് ബോട്ടിലായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് ഹായ് പറയുള്ളത് ആർക്കൊക്കെയാണ് നോക്കാം കേട്ടോ. നാഫിയ, നസീർ, ആയിഷത്ത്, നൂറ, സമന്യ, ഷെൻസ ഖാൻ, എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ.
നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.